മുത്തുമണികളെ നമ്മളെന്നത്തെ ഇവർ കണ്ടോളൂ മുത്തുമണികളെ ഈ വീട്ടിലെ കുറച്ച് തെങ്ങുകൾ കവുങ്ങുകൾ തെങ്ങ് തൈകൾ അതൊക്കെ തുറന്നിട്ട് വളമിട്ട് മൂടി സെറ്റാക്കുക മിയാക്കുക ഉണ്ടല്ലേ. ഇതൊക്കെ ഒരു മേടിയം വലിപ്പമുള്ളതാണ്. പറ്റ ചെറിയ തെങ്ങ് തൈകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടൽ നമുക്കൊരു 9 തെങ്ങിനാണ് നമുക്ക് എന്ത് ചെയ്യുള്ളത്, തടം തുറന്നിട്ട് വളമിട്ട് മൂടി തോലൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കും കേട്ടോ. ഇതാ ഓരോ തെങ്ങിൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ മരട്ടൊക്കെ ഉണ്ടല്ലോ, ആകെ പുല്ലും ചണ്ടൊക്കെ മറിഞ്ഞ് ഇല്ലേ. ഇതുമേലൊക്കെ ഇനി മാഷ നല്ലോണം കായ്ച്ചട്ടെ തേങ്ങ. അതിനെല്ലാം ഇപ്പോൾ വരക്കാർ കായ് മുടക്കി നമുക്കും കൂലി എറിഞ്ഞ് വളമൊക്കെ ഇറക്കിയിട്ട് ഏതായാലും കായൊക്കെ നല്ലോണം ഉണ്ടാകട്ടെ മുത്തുമണികളെ. അങ്ങനെ നമ്മളെ വർക്കങ്ങ് ചാട്ടാക്കി തെങ്ങിന് എല്ലാത്തിനും ബിഫോർ ആഫ്റ്റർ ഉണ്ടാവും. അങ്ങനെ തടം തുറന്ന് കഴിഞ്ഞ് നമ്മൾ വളമ കൊണ്ടുപോകണം. മുറ്റത്തുനിന്ന് ചെറിയൊരു മയക്ക ഉണ്ട്, നോക്കിയിട്ട് കാര്യമില്ല മുത്തുമണികളെ. വളമ എടുത്തു, നല്ല ആട്ടിൻകാട്ടം പൊടിച്ചതാണ്, അതാണ് ഏറ്റവും തെങ്ങിന് ബെസ്റ്റ് ഉണ്ടല്ലേ. അതങ്ങനെ എടുത്തിട്ട് നമ്മളങ്ങനെ പോകും. മുകളിൽ നിന്ന് ഇട്ട് പോരാണ് ടോപ്പ് എന്നാണ് നമ്മൾ ആദ്യം ഇട്ട് പോരുന്നത്. ഈ റോട്ടിൽ അങ്ങനെ നടന്നിട്ട് കയറ്റം കയറി അങ്ങനെ പോവാണ് മുത്തുമണികളെ. അങ്ങനെ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടിട്ട് അതിൻ്റെ ആഫ്റ്റർ കാണിച്ചു തരും. എല്ലാത്തിനും ബിഫോർ ആഫ്റ്റർ അത് പരിപാടി ഉണ്ടാവില്ല. ഇതാ ഇക്കൊല്ലത്തിൽ നമ്മൾ അരച്ചാക്ക് മിനിമം എന്തായാലും ഇടണം കേട്ടോ. വലിയ തെങ്ങിനൊക്കെ കാഴ്ചണ തെങ്ങിനെ അരച്ചാക്ക് എന്തായാലും ഉണ്ടായി. ഇത് ഇക്കൊല്ലത്തിൽ ഇട്ടുകൊടുത്തുണ്ടല്ലേ, സെറ്റാക്കി എടുത്തു. ഇവിടെ തന്നെ റോഡായിട്ട് നമുക്ക് ഇങ്ങോട്ട് തുറക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ മട്ടം പോലെ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, നിയമപരമായിട്ട് തന്നെ ആ വൃത്തിയിൽ തുറന്നു കൊടുത്ത് അല്ലേ, മരട്ടൊക്കെ നല്ല വൃത്തിയാക്കി ചുറ്റും പിടിക്കും. പിന്നെ അത് നമ്മൾ മൂടി അതിൻ്റെ അടിയിൽ നമ്മൾ തോലൊക്കെ ഇട്ട് മൂടി. എനിക്ക് ഈ മേലെ എന്താ വെച്ചാൽ തന്നെ ഓലക്കൊടി കോഴികളുണ്ട്, കോഴികൾ വല്ലാതെ ചിക്കി നസി കുസി വെക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓലക്കൊടിൻ്റെ മട്ടനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓലക്കൊടി സെറ്റാക്കി അതിന് മേലെ എന്ത് ചെയ്യുക, ഇങ്ങനെ പാകി വെച്ചാൽ മതി കേട്ടോ, മട്ടൽ വെട്ടിയാണ്ടേ. പിന്നെ അത് നമുക്ക് മുത്തുമണികൾ ഒരു 47 ഇതേ വലുപ്പത്തിലുള്ള കവുങ്ങുന്തേക്ക് അതിൻ്റെ സൈഡൊന്ന് ചിക്കി മാന്തിയാണ്ടേ പുല്ലൊക്കെ ഒന്ന് ചെത്തിയാണ്ട് അതിന് വളമിടുക ഉണ്ടല്ലേ. ഇതേപോലെ 47 തൈ നമുക്കുള്ളത് എല്ലാത്തിനും. മറ്റേത് നമുക്കൊരു 9 തെങ്ങും വലിയ തെങ്ങും 9, ഇനി 3 തെങ്ങും തൈ നമുക്ക് ചെയ്യാനുള്ളത്. ഇത് 47. അങ്ങനെ നമ്മൾ കവുങ്ങുമ്പോഴുള്ള വള്ളിയും കുള്ളിയൊക്കെ ഉണ്ടോ, കുറേ വള്ളിയും കുള്ളിയൊക്കെ ഉണ്ടോ തൊടുകളില്ല, അതൊക്കെ വെട്ടി വൃത്തിയാക്കി മറ്റുള്ള വള്ളികളൊക്കെ ഒഴിവാക്കണ്ടോ. അപ്പോൾ അതിനൊരു ആയാസം കിട്ടുള്ളൂ വളരാം. അങ്ങനെ നമ്മളിതാ വർക്ക് അങ്ങ് ചാട്ടാക്കിയാലോ, കൈക്കോട്ട് അങ്ങനെ തുടങ്ങി സൈഡൊക്കെ ചെത്തി നമ്മൾ ലാസ്റ്റ് ഫൈനൽ വർക്കൗട്ടോ. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലും നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്താൽ കേട്ടോ മുത്തുമണികളെ. അത് നമ്മൾ അതിന് ആവശ്യപ്പെട്ട വളപ്പൊടികൾ ഇതും നമ്മൾ എന്താണ് ആട്ടുംകാട്ട പൊടിച്ചാണ്. ആട്ടുംകാട്ട പൊടിച്ചതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ഇതോടെ നമ്മൾ വൈപ്പ് അങ്ങ് ഫിനിഷായി മുത്തുമണികളെ. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു മുത്തുമണികളെ.